Hey guys and welcome back to Best Car Picks. അങ്ങനെ ലോഞ്ചിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ഹ്യുണ്ടായുടെ പുതിയ ജനറേഷൻ i20 കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ലീക്ക് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ വേൾഡ് കപ്പായിട്ട് അസോസിയേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് അവർ ലോഞ്ച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ബ്രസീലാണ് ഈ വണ്ടിയുടെ ടീസേഴ്സും കാര്യങ്ങളൊക്കെ ആദ്യം വന്ന് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻ കേസ് അത് കണ്ടിട്ടില്ല എങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ അകത്ത് റെൻഡേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ ഇപ്പം എന്തായാലും വണ്ടിയുടെ ഒറിജിനൽ ഡിസൈനാണ് ലീക്കായി വന്നിരിക്കുന്നത്. അത് റെൻഡേഴ്സോ കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തോന്നിയിരിക്കും പടം വരച്ച് വെച്ചിരിക്കുന്ന എയർ റെൻഡേർഡ് ഇമേജ് പോലെ. പക്ഷേ ഇത് എയർ റെൻഡേർഡ് അല്ല, അത് ഞാനൊന്ന് എൻഹാൻസ് ഇതിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു ഒട്ടും. സോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എനിവേ നമുക്ക് ഡിസൈനിലേക്ക് വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മറ്റേ വണ്ടിയുടെ റെൻഡേഴ്സിൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ DRL ഡിസൈൻ എന്ന് പറയുന്ന വ്യത്യാസമില്ല. നമ്മുടെ റബേൽ ടോയിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു പാറ്റേൺ ആണ് DRLസിന് കൊടുത്തിരിക്കുന്നത്. കണക്റ്റഡ് DRLs ഉണ്ട് ഫ്രണ്ടിലും നടുവിലായിട്ട്. പിന്നെ മൊത്തത്തിൽ ബമ്പറിൻ്റെ ഡിസൈൻ എല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വരുന്ന i20 ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പ്ലാറ്റ്ഫോമിൻ്റെ കേസ് പറഞ്ഞത്. ഈ വണ്ടി ഇപ്പം നിലവിൽ K2 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, 3rd ജനറേഷൻ. 4th ജനറേഷൻ ആകുമ്പോഴേക്കും ഹ്യുണ്ടായി ഒരു പക്ഷേ അത് K1 പ്ലാറ്റ്ഫോമിലേക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ നോർമലി ഇപ്പോൾ K2 പ്ലാറ്റ്ഫോമിൽ വരുന്ന നമ്മുടെ വെന്യൂ അതുപോലെ സെറോസ് എല്ലാം K1 പ്ലാറ്റ്ഫോമിലേക്ക് ആക്കി. ഇനിയിപ്പോൾ പുതിയ വരാൻ പോകുന്ന സോണറ്റും K1 പ്ലാറ്റ്ഫോം ആവുമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ സെൽട്ടോസ്, അത് K2 ആയിരുന്നത് K3 ആക്കി. ഇപ്പോൾ ആകപ്പാടെ കറക്റ്റ് i20 അങ്ങനത്തെ കുറച്ച് വണ്ടികൾ മാത്രമേ K2വിൽ നിൽക്കുന്നുള്ളൂ, അതും മാറ്റുമായിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത ബ്ലൂ കളർ വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഏകദേശം ഡിസൈൻ എത്ര വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. അലോയ്സ് അവരിപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന വണ്ടിയിൽ എനിക്ക് തോന്നുന്നു 16 or 17 അടുത്ത് സൈസ് ഉണ്ടെന്ന്. 17 ഉണ്ടാവുമായിരിക്കും ഇത്. നമുക്ക് എന്തായാലും ഇന്ത്യയിൽ 17 ഇഞ്ച് സൈസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടുത്തെ റോഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഹാച്ച് പാക്കിൽ 17 ഇഞ്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര വയബിൾ ആവില്ല. അതുകൊണ്ട് മിക്കവാറും നമുക്കിവിടെ 16 ഒക്കെ തന്നെ കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലേ പിന്നെ എൻലൈനിൽ അവർ 17 ഇഞ്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ വെന്യൂ എൻലൈനിലൊക്കെ കൊടുത്ത പോലെ. ഇനി അത് നമുക്ക് കണ്ടറിയാം. അതല്ലാതെ എടുക്കുകയാണെങ്കിൽ സൈഡ് ഡിസൈൻ അഗൈൻ പ്ലാറ്റ്ഫോം മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മൊത്തം മാറിയിട്ടുണ്ട്. ORVMസിൻ്റെ ഡിസൈൻ മൊത്തം മാറിയിട്ടുണ്ട്. നമുക്ക് 360 ക്യാമറയുടെ കട്ടൗട്ട് കാണുന്നില്ല, പക്ഷേ അത് ബ്രസീൽ സ്പെക്ക് ആയതുകൊണ്ടാവും. നമുക്ക് ഇന്ത്യൻ സ്പെക്ക് വണ്ടിയിൽ മിക്കവാറും അതൊക്കെ കിട്ടേണ്ടതാണ്. കാരണം ഇന്ത്യയിൽ അവരെപ്പോഴും ബ്രസീലിൽ കൊടുക്കുന്നതിലും കുറച്ചും കൂടി ഫീച്ചേഴ്സ് തരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, വളരെ നല്ല കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ ഡോർ ഹാൻഡിൽ കുത്തി തുറക്കണ്ട, നോർമലായിട്ട് തുറന്നാൽ മതി. അതുപോലെ ഒരു ചെറിയ സൈഡ് ബോഡി ക്ലാഡിംഗ് ഒക്കെ ഈ i20 ആക്റ്റീവിൽ കൊടുക്കുന്ന പോലെ ഒരു കൊടുത്തിട്ടുണ്ട്. അത് അഗൈൻ ഇന്ത്യയിൽ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എനിക്ക് അതിൻ്റെ അത്ര ഒരു വലിയ ഫാനല്ല ഞാൻ, പ്രത്യേകിച്ച് ഹാച്ച് പാക്സിൽ ഈ സാധനമൊക്കെ കൊടുക്കുന്നത്. നമുക്കിപ്പോൾ 2 കളറാണ്, ബ്ലൂവും പിന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ഓഫ് വൈറ്റ് പോലത്തെ കളറാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തും അവർ ചെറുതായിട്ടൊന്ന് കുളമാക്കിയെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ വരുന്ന i20യുടെ തന്നെ റിയർ ഡിസൈൻ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല, 3rd ജനറേഷൻ്റെ. പക്ഷേ ഈ വണ്ടിയിലേക്ക് വന്നപ്പോഴേക്കും ഒരു മൊത്തത്തിൽ എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെയും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ ഇവിടെ അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. അത് എൻഡിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കര വലുത്, അതിൻ്റെ നടുവിൽ ചെറിയൊരു കണക്റ്റഡ് എലമെൻറ്റ് അങ്ങനെയൊക്കെ വരുമ്പം ഒരു ഇത്തിരി ഓക്കോർഡായിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ നമുക്ക് താഴത്ത് നല്ല തിക്കായിട്ടുള്ള ബോഡി ക്ലാഡിങ്ങും അതുപോലെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെയും ആവശ്യമുണ്ടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇതൊരു ഹാച്ച് പാക്ക് ആണല്ലോ. ചിലപ്പോൾ ഇന്ത്യയിൽ ലെങ്ത് കുറയ്ക്കാൻ അവർ ഇത്രയും തിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയുമായിരിക്കും. ബാക്കിൽ TGയുടെ ബാഡ്ജിങ്ങും കുറച്ച് വലിയൊരു i20 ബാഡ്ജിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അഗൈൻ കുഴപ്പമില്ല. എനിവേ നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ, പ്രത്യേകിച്ച് റിയർ ഡിസൈനെ പറ്റിയും ഓർ ഈവൻ ഫ്രണ്ട് ഡിസൈനെ പറ്റി ഓർ മൊത്തത്തിലുള്ളതിൻ്റെ ഡിസൈനെ പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും വണ്ടി ചിലപ്പം ഒഫീഷ്യലി അൺവീൽ ആവും, അതെനിക്കറിയില്ല. പൊതുവെ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പറ്റും അത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ പബ്ലിക് ആക്കും. എനിവേ നമുക്ക് ബൂട്ട് സ്പേസ് ഇതിനകത്ത് ഏകദേശം 300 ലിറ്റേഴ്സിന് അടുത്തായിരിക്കും തന്നെ കിട്ടുന്നത്. അതിൽ വലിയ ചേഞ്ച് വരാനുള്ള സാധ്യതയില്ല. കാരണം യൂഷ്വലി പ്രീമിയം ഹാച്ച് ബാക്സ് എല്ലാം ഒരു 300-350 ലിറ്റേഴ്സിൻ്റെ ഇടയിലായിരിക്കും വരുന്നത്. പിന്നെ പാസൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. 60-40 സ്പ്ലിറ്റ് സീറ്റ്സിന് അവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാം. ഇനി അടുത്തത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് ആണ്. ഇവിടെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് തന്നെ വരുത്തിയിട്ടുണ്ട്. എക്സ്റ്റീരിയർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മൊത്തമായിട്ട് അവർ ഡാഷ്ബോർഡ് ലേഔട്ടും സാധനങ്ങളെല്ലാം മാറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പുതിയ കർവ് ഡിസ്പ്ലേ കാണാൻ പറ്റും. കർവ് ഡിസ്പ്ലേ ഉണ്ടെന്നുള്ളത് ഇതിന് മുന്നേ ലീക്സിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയ സംഭവമായിരുന്നു. 12.3 ഇഞ്ചസിൻ്റെ 2 ഡിസ്പ്ലേ ആയിരിക്കണം. അതിൻ്റെ താഴത്ത് അവർ റോട്ടറി നോബ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വോളിയം കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാം ടച്ച് ബേസ്ഡ് ആയിട്ട് തന്നെ ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ AC വെൻസിൻ്റെ ഡിസൈൻ വെർട്ടിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ AC കൺട്രോൾസ് വരുന്നത്. ടച്ച് ആണോ അതോ ടച്ച് അല്ലേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പക്ഷേ കുറച്ച് ഓക്വേർഡ് ആയിട്ടുണ്ട്. AC വെൻസിനെ കറക്റ്റ് നടുവിലായിട്ട് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴത്തായിട്ട് റോട്ടറി നോബും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു തൊട്ട് മുകളിലായിട്ട് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഡിസൈനെ പറ്റി പറയാനുള്ളത് എന്നും താഴെ കമൻസിൽ പറഞ്ഞേക്ക്. അത് ടച്ച് ആണെങ്കിൽ മേ ബി അത്ര ഒരു നല്ല തീരുമാനമായിരിക്കില്ല. അല്ലാതെ ഇപ്പോൾ ഫിസിക്കൽ ബട്ടൺസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഈ വാഹനത്തിൽ വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ ഈ അടുത്ത് വന്ന പുതിയ ഫേസ് ലിഫ്റ്റ് വെന്യൂ ഓർ ജനറേഷൻ വെന്യൂ 2nd ജനറേഷൻ വെന്യൂയിലുള്ള അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതും മാത്രമല്ല മൊത്തത്തിലൊരു വൈറ്റ് ഫിനിഷാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇന്ത്യയിൽ വരുമ്പോഴേക്കും ചിലപ്പോൾ മാറ്റുമായിരിക്കും. പ്രത്യേകിച്ച് ആ സ്റ്റിയറിങ്ങിൻ്റെ ആ പാനലിലും എല്ലായിടത്തും വൈറ്റ് കൊടുക്കുന്നത്. കാരണം അത് ഇവിടെ നമുക്ക് വരുമ്പോൾ ചെളിയാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ.
പിന്നെ എൻലൈൻ എന്തായാലും മൊത്തം ബ്ലാക്ക് ആയിരിക്കും, അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഈ കാണുന്ന വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, നമുക്ക് ഇന്ത്യയിൽ ഉറപ്പായിട്ടും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺഫിഗറേഷനിൽ കിട്ടുള്ളൂ. ഫീച്ചേഴ്സായിട്ട് എക്സ്ട്രാ ഇതിനകത്ത് വരണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ തന്നെ വയർലെസ് ചാർജ് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ 360 ക്യാമറ, ഈ രണ്ട് സംഭവങ്ങൾ വന്നാൽ തന്നെ ധാരാളമാണ്. സൺറൂഫ്, സിംഗിൾ പെയിൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ആക്ച്വലി വേണ്ട ഫീച്ചേഴ്സൊക്കെ ഇപ്പോഴത്തെ ഐറ്റനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചേഴ്സ് ഒന്നും സെഗ്മെന്റിൽ അതിൻ്റെ അകത്ത് ഇല്ലെന്നേ ഉള്ളൂ. ഈ വണ്ടിയുടെ ഡോർ പാഡ്സിൻ്റെ ഡിസൈൻ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതും അവർ മൊത്തം റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് പോർഷനിൽ ഒരു ബ്ലാക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് റൗണ്ട് ആക്കിയിട്ടുണ്ട്. പഴയ സാൻഡ്രോയിലാണെന്ന് തോന്നുന്നു ഹ്യുണ്ടായി റൗണ്ട് ഡോർ ഹാൻഡിൽസ് കൊടുത്ത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ എന്തായാലും അത് കാണാനൊരു വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ റൈറ്റ് സൈഡ് ഡോർ ഹാൻഡിലാണ്. നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ പവറിൻ്റെ കൺട്രോൾസ്, AC മറ്റേ മിററിൻ്റെ കൺട്രോൾസ് അതൊക്കെ വരും. പക്ഷേ ഇവിടെ അതൊന്നും കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല നമുക്ക് താഴത്തെ ആ ഒരു പവർ വിൻഡോയുടെ ബാക്കിലായിട്ടും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടേക്ക് വരുമ്പോഴേക്കും 8 സ്പീക്കർ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം കിട്ടുമായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ അഗെയിൻ അതും കൊള്ളാം. മൊത്തത്തിൽ അവരൊരു ചേഞ്ച് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിന് ലേറ്റസ്റ്റ് ആയിട്ട് ലീക്കായി വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയാൻ പറ്റുന്ന. ഇനി ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ആയിട്ട് ആസ് സച്ച് അവരൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ വണ്ടി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ബ്രസീലിലാണ്. ഇന്ത്യൻ ലോഞ്ച് എപ്പോഴാണെന്ന് നമുക്ക് കറക്റ്റ് എക്സാക്ട് ഡേറ്റ് അറിയില്ല. പക്ഷേ എന്നാലും ഏകദേശം ഈ വർഷം അവസാനമൊക്കെ ആയിട്ട് തന്നെ വരേണ്ടതാണ്. കാരണം i20 ഇന്ത്യയിലും ഹ്യുണ്ടായിക്ക് അത്യാവശ്യം പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. 3 ജനറേഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ 4ാമത്തെ ജനറേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വണ്ടി സക്സസ്ഫുൾ അല്ലെങ്കിൽ അവർക്കത് ഒരിക്കലും ഇറക്കാൻ പറ്റില്ല. ഇപ്പോൾ പൊതുവേ നമുക്ക് ഈ ഒരു സബ് 4 മീറ്റർ പ്രീമിയം ഹാഷ് ബാക്സിൻ്റെ കേസിൽ അത്ര വലിയ ഡിമാൻഡ് വരുന്നില്ല. ഇപ്പോൾ ബലേനോ ആണെങ്കിലും 15,000-നടുത്തൊക്കെ സെയിലുണ്ട്. പക്ഷേ അൾട്രോസിന് ഒരു 3,000-4,000 ഒക്കെ വെച്ച് മാക്സിമം കിട്ടുന്നുള്ളൂ. i20ക്കും മാക്സിമം 5,000 വെച്ചിട്ടൊക്കെ സെയിൽ കിട്ടുന്നുള്ളൂ. സോ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണ് എന്ന് പറയും. കാരണം എല്ലാവരും സബ് 4 മീറ്റർ SUVs ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ മാർക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇൻഫാക്ട് i20യുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും 1 ലിറ്റർ ടർബോ പെട്രോളുള്ള ഒരു സ്പോർട്ടി ഹാഷ് ബാക്ക്, അതും അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിങ്ങും സ്റ്റിഫർ ആയിട്ടുള്ള ഷാസിയും സ്റ്റിഫർ ആയിട്ടുള്ള ഡാമ്പേഴ്സും സസ്പെൻഷനൊക്കെ വെച്ച് വരുന്ന ഒറ്റൊരു ഹോട്ട് ഹാച്ച് എന്ന് പറയാൻ പറ്റിയ വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. ഹോട്ട് ഹാച്ച് അല്ല, ഒരു വാം ഹാച്ച് എന്ന് പറയാം. ബാക്കിയെല്ലാം പോയി. പുണ്ടോ പാർത്ത് പോയി. അൾട്രോസിൻ്റെ റൈസർ അവരെ ഇടയ്ക്ക് വെച്ച് ഇറക്കിയായിരുന്നു, അത് പോയി. പിന്നെ കുറേ വണ്ടികളുണ്ടായിരുന്നു പണ്ട്. ബലേനോ RS ഉണ്ടായിരുന്നു, ഫിഗോ 1.5 TDC ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എല്ലാ സാധനങ്ങളും പോയി. പാകപ്പാട് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ ഒന്ന് ആക്റ്റീവാക്കി നിർത്തുക എന്ന് പറയുന്നതും വളരെ നല്ല കാര്യം തന്നെയായിരിക്കും. പിന്നെ ചെറിയൊരു സ്പോർട്ടി സസ്പെൻഷൻ, സ്പോർട്ടി എക്സോസ്റ്റ് നോട്ടൊക്കെ അവർ ഇതിനകത്ത് എൻലൈൻ മോഡൽസിൽ കൊടുക്കാറുണ്ട്. ഇനി അത് പറഞ്ഞപ്പോഴാണ് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും വേറെ ഡിഫറൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. നമുക്കിവിടെ ഇപ്പോൾ ഡീസൽ എന്തായാലും ഇല്ല. 1.2 NA പെട്രോളാണ് നോർമൽ i20യിൽ വരുന്നത്. ഏകദേശം 83 PS പവറും 115 Nm 114 Nm അടുത്ത ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. IVT അതായത് CVT ട്രാൻസ്മിഷൻ ഉണ്ട്. 5 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. പിന്നെ എൻലൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 1 ലിറ്റർ ടർബോ പെട്രോളും കിട്ടുന്നുണ്ട്. 120 ഹോഴ്സ് പവറും 172 Nm ടോർക്കും 6 സ്പീഡ് മാനുവലും അതുപോലെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും അതിനകത്ത് ഓപ്ഷനായിട്ട് അവൈലബിൾ ആണ്. സോ മൊത്തത്തിൽ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഡീസൽ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകപ്പാടെ അൾട്രോസിൽ മാത്രമേ ഡീസലുള്ളൂ. അത് ഇനിയിപ്പോൾ അധികം കാലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ തീരുമാനമായി. എനിവേ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ്, ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടാഗ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.